സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരെ പോലീസിൽ പരാതി നൽകി മഹിളാ മോർച്ച പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കവിതാ മേനോനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഷാരിഖ് നവാസ് ഉണ്ട് പാലക്കാട് നിന്ന്. ഷാരിഖ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പ്രചാരണത്തിനെത്തിയ രമേശ് പിഷാരടിയെ BJP പ്രവർത്തകരൊക്കെ തന്നെ തടയുന്നതും അത് വലിയ വിവാദമായതാണ്. അതിൻ്റെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മഹിളാ മോർച്ച പരാതി നൽകിയിരിക്കുന്നത്. അന്ന് തടഞ്ഞത് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ രമേശ് പിഷാരടിയെ വോട്ട് തേടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു അന്ന് പ്രചാരണം തടഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ബാക്കിയായി കാണാമോ ഈ പരാതി? അനിൽ, തീർച്ചയായും ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ബാക്കി പത്രം തന്നെയാണ് ഈ പരാതിക്ക് പിന്നിൽ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഈ രമേശ് പിഷാരടിയെ, UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയെ വടക്കന്തറയിൽ വെച്ച് BJPയുടെ ശക്തി മേഖലയായ വടക്കന്തറയിൽ വെച്ച് തടഞ്ഞത് ഏറെ വിവാദം, ഇവിടെ ആ വിവാദം ആളിക്കത്തുകയാണ്. അതിൻ്റെയൊക്കെ അലയൊലികൾ അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ അലയൊലികൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. കാരണം ആ വിവാദത്തിന് ശേഷം UDF ക്യാമ്പിന് വലിയ ഉണർവാണ് നൽകിയത്. അപ്പോൾ ആ വിവാദം മറികടക്കുന്നതിന് വേണ്ടിയാണ് BJP ഇപ്പോൾ ഇത്തരത്തിലൊരു ആസൂത്രിത നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആ വിവാദത്തിന് ശേഷം 2 ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് ഇപ്പോൾ രമേശ് പിഷാരടി, UDF സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടി മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുമ്പോൾ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മഹിളാ മോർച്ചയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കവിതാ മേനോൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിലാണ്. അതായത് സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രമേശ് പിഷാരടി അത് വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ബലാത്സംഗത്തിന് വില കുറച്ച് കണ്ടു. ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ, അതായത് ഇത്തരം വ്യക്തിപരമായാണ് ഇത്തരം ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളാണ് നടത്തിയത് എന്നുൾപ്പെടെയുള്ള ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഈ വിവാദം മറികടക്കുന്നതിന് വേണ്ടി, അതായത് രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവത്തിന് ശേഷം UDF വലിയ രീതിയിൽ അത് പ്രചാരണ ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ ആ വിഷയം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ UDF വലിയ രീതിയിൽ വോട്ട് തേടുന്നതും ഉൾപ്പെടെ UDF ക്യാമ്പിന് വലിയ അത് ഉണർവ് പകർന്നു. അപ്പോൾ ആ വിവാദം മറികടക്കുന്നതിനായി ഇപ്പോൾ മഹിളാ മോർച്ച ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പരാതി ഇപ്പോൾ മെയിൽ വഴിയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അനിൽ, പാലക്കാട് നിന്ന് ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.